കുട്ടികളുടെ സുരക്ഷ സർക്കാർ വകുപ്പുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ. വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കും ബസ് ഉടമകൾക്കും ജീവനക്കാർക്കുമായി ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സുരക്ഷ എന്നുള്ളത് ഒരു പോലീസിന്റെയോ അല്ലെങ്കിൽ എക്സൈസിന്റെയോ RTO സർക്കാർ വകുപ്പുകളുടെ മാത്രം നിരീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചതുകൊണ്ടോ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരുടെയും സഹകരണം ഈ രംഗത്ത് അനിവാര്യമാണ്. അത് ബസ് ജീവനക്കാരുടെ, ബസ് ഉടമസ്ഥന്മാരുടെ, സ്കൂൾ PTA, രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളുടെയും സഹകരണം നമുക്ക് ഈ രംഗത്ത് ആവശ്യമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആരാണ് അതിന് പ്രതിവിധി കാണുക എന്നുള്ളത് ആലോചിച്ച് നിൽക്കാതെ അവരുടെ ഭാഗത്തുണ്ടാവുന്ന ചാബല്യങ്ങൾ അല്ലെങ്കിൽ കുറ്റവാസനകൾ, ലഹരി ഉപയോഗങ്ങൾ, ആ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അതിനുള്ള പ്രതിസന്ധി തരണം ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും തന്നെ ഉത്തരവാദിത്തമാണ്. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കും. സ്കൂൾ തുറക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും മുന്നിലുള്ള നിരവധി മുന്നൊരുക്കങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും എക്സൈസും പോലീസും എല്ലാം ചേർന്നിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും ആദ്യത്തെ ഒരു 1-2 ദിവസത്തെ വാർത്താ പ്രാധാന്യങ്ങളിൽ നിന്ന് മാത്രം നോക്കി നിൽക്കാതെ അതിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി, അധ്യയന വർഷം അവസാനിക്കുന്നവരുടെ കാര്യങ്ങൾ നമുക്ക് നിരീക്ഷിച്ച് അതിന്റെ പോരായ്മകൾ പരിഹരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഒറ്റപ്പാലം പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ വിദ്യാഭ്യാസ സ്ഥാപന അധികൃതരുടെയും രക്ഷിതാക്കളുടെയും സ്വകാര്യ ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും വ്യാപാരികളുടെയും സംയുക്ത ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കിടയിൽ പടർന്നു പന്തലിക്കുന്ന ലഹരി ഉപയോഗവും സോഷ്യൽ മീഡിയ അതിപ്രസരത്താൽ പെരുകുന്ന കുറ്റകൃത്യങ്ങൾ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെയും സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കുട്ടികൾ വഴിതെറ്റാതിരിക്കാൻ സ്കൂൾ PTA അടക്കമുള്ള സംവിധാനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഷൊർണൂർ ഡിവൈഎസ്പി കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ പിന്നാലെ പോകുന്നത് പുതുതലമുറ ഒഴിവാക്കണമെന്ന് ജോയിന്റ് RTO രഘു പറഞ്ഞു. ഏതൊക്കെയോ രാജ്യത്തിരിക്കുന്ന ഏതൊക്കെയോ വെബ്സൈറ്റിലുള്ള എന്തൊക്കെയോ ഇൻഫർമേഷനാണ് നിങ്ങൾ ഗൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതില് ഇന്ന് നിങ്ങൾ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിൽ അടുത്ത കൊല്ലം അതിൽ 10% ആളുകൾ ജയിലിലായിരിക്കും. അങ്ങനെ ഇല്ലേ? ശരിയല്ലേ? 10% സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അടുത്ത കൊല്ലം ജയിലിലായിരിക്കും. കാരണം അവർ ചെയ്യുന്നത് സാമൂഹ്യ സേവനമാണ്. നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. അവര് ഈ നമ്മളുടെ സമൂഹത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കുറെ സൗകര്യങ്ങളെ ദുരുപയോഗം ചെയ്ത് പോപ്പുലാരിറ്റി ഉണ്ടാക്കി പണം സമ്പാദിക്കുന്ന ആളുകൾ മാത്രമാണ്. ഒറ്റപ്പാലം CI അജീഷ്, ട്രാഫിക് SHO അബ്ദുൾ റഹ്മാൻ, ട്രാഫിക് SI വിനോദ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വത്സൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മറയ്ക്കുവാൻ വേണ്ടിയാണ് പല കുട്ടികളും മറ്റു വഴികൾ തേടിപ്പോകുന്നതെന്ന് വിമുക്തി കോർഡിനേറ്റർ ജാക്സൺ സണ്ണി പറഞ്ഞു. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറയ്ക്കാൻ വേണ്ടി കുട്ടികൾ ലഹരിയെ തേടുന്നു. അതേ തുടർന്ന് ലഹരി കൊണ്ട് വിദ്യാർത്ഥികൾക്കും ആ പ്രായക്കാർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് നമ്മൾ വാർത്തകളിലും മറ്റായിട്ട് കാണുന്നത്. KCV ന്യൂസ്, ഒറ്റപ്പാലം.